ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. ചന്ദ്രികയും സിദ്ധുവും ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ പെട്ടെന്നാണ് ലിഫ്റ്റ് ഓപ്പൺ ആയത്. രണ്ടുപേരും അതിനകത്ത് നിന്ന് ചിരിക്കുകയാണ്. പക്ഷേ സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കി ചിരിക്കുകയാണ്, ചന്ദ്രിക സിദ്ധുവിനെ തന്നെ നോക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആയത്. അപ്പോൾ പറയുകയാണ് ചന്ദ്രിക, സാർ ലിഫ്റ്റ് ഓപ്പൺ ആയി. പക്ഷേ സിദ്ധു അത് ശ്രദ്ധിക്കുന്നേയില്ല. സാർ ലിഫ്റ്റ് ഓപ്പൺ ആയി. ഓ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴാണ് മേഘ സ്റ്റെയർകേസിൽ നിന്ന് കാണുന്നത് രണ്ടുപേരെ. മേഘ ആദ്യം ചന്ദ്രികയെ മാത്രമാണ് കണ്ടിട്ടുള്ളൂ, സിദ്ധുവിനെ കണ്ടിട്ടില്ല. മേഘ മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു, ഞാൻ ചന്ദ്രിക മാത്രം ഉള്ളപ്പോഴല്ലേ ലിഫ്റ്റ് ഓഫ് ചെയ്തത്? അപ്പോൾ സിദ്ധു എങ്ങനെ അതിനകത്ത് വന്നു? ലിഫ്റ്റ് ഓപ്പറേറ്റർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ പറയാണ്, സോറി സാർ, ലിഫ്റ്റ് എങ്ങനെയാണ് ഓഫായത് എന്നറിയില്ല. സർവീസ് ചെയ്യാനുള്ള ആളെ ഞാൻ വിളിച്ചിട്ടുണ്ട് സാർ. എന്താ പ്രോബ്ലം എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി, എന്താ പ്രോബ്ലം എന്ന് പോയി നോക്ക്. ഓക്കെ സാർ. അതിനുശേഷം സിദ്ധു കളിയാക്കി ചിരിച്ചിട്ട് പറയാണ്, ചന്ദ്രികയെ ലിഫ്റ്റ് എന്തുകൊണ്ടാണ് ഓഫായി പോയതെന്ന് മേഘയ്ക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. മേഘ പെട്ടെന്ന് ചോദിക്കുക, എന്താ മേഘ ആലോചിക്കുന്നേ? എന്താ ഈ പറയുന്നേ? അല്ല, എപ്പോഴും നീ ലിഫ്റ്റിലല്ലേ വരാറുള്ളൂ, ഇന്ന് മാത്രം എന്താ നീ സ്റ്റെപ്പ് ഇറങ്ങി വന്നേ? പെട്ടെന്ന് മേഘ ഞെട്ടി. അതിനുശേഷം സിദ്ധു പറയാണ്, അങ്ങനെയാണെങ്കിൽ നീ തന്നെയല്ലേ ലിഫ്റ്റ് ഓഫ് ചെയ്തത്? മേഘ താഴോട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ്, സിദ്ധാർത്ഥ്, മൈൻഡ് യുവർ വേർഡ്സ്. സിദ്ധു, ഓ. അപ്പോൾ മേഘ പറയാണ്, ഇത്തരം തരം താഴ്ന്ന പണിയൊന്നും ഞാൻ ചെയ്യില്ല, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അതും പറഞ്ഞ് മേഘ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രിക പറയാണ്, എന്തിനാ സാർ മേഘയെ ഇങ്ങനെ വെറുതെ സംശയിക്കുന്നത്? മേഘ അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതെ, മേഘ വലിയ പുണ്യാളത്തിയാണല്ലോ. എന്താടോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് നിൻ്റെ അച്ഛനമ്മമാരെ അവൾ ഈ അവസ്ഥയിൽ ആക്കിക്കൊണ്ടെത്തിച്ചത്. ശരി, സംസാരിച്ച് സമയം കളയാൻ നിൽക്കണ്ട, വാ പോവാം. വീട്ടിലാണെങ്കിലോ നന്നായിട്ട് വീട് അലങ്കരിക്കുകയാണ്. ബലൂണൊക്കെ ഊതി പൊന്തിച്ച്, ബലൂണൊക്കെ ഓരോ സ്ഥലത്ത് വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ബോർഡൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിക്കുകയാണ്. മെയിനായിട്ട് ചെയ്യുന്നത് ആരതിയും മറ്റേ മനോഹറുമാണ്. ആരതിയും മനോഹറും ഓരോയിടത്തും ബലൂണൊക്കെ നന്നായിട്ട് വെച്ചിട്ട് അലങ്കരിക്കുകയാണ്. അവിടെ മാലതി മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ആരതി, എന്താ മുത്തശ്ശി, ഡെക്കറേഷനൊക്കെ കഴിഞ്ഞോ? ഇതേ കഴിഞ്ഞു മുത്തശ്ശി, എണ്ണം കൂടി ബാക്കിയുള്ളൂ. ഒരു 2 ബലൂൺ കൂടി തൂക്കിയാൽ തീർന്നു. ശരി, വേഗം തീർക്കേ, വേഗം ആവട്ടെ. മനോഹർ പറയാണ്, ശരി ചേച്ചി, ശരി. മേഘയാണെങ്കിലോ പ്രിയയെ ഒരുക്കുന്ന തിരക്കിലാണ്. നന്നായിട്ട് ഒരുക്കുകയാണ് പ്രിയ. പക്ഷേ പ്രിയയ്ക്ക് അത്ര മുഖത്ത് നല്ല ഒരു സന്തോഷമില്ല. അങ്ങനെയുള്ള പ്രിയയോട് മേഘ പറയാണ്, പ്രിയ, നിനക്ക് ഈ ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ട്. മുത്തശ്ശിയും വന്നിട്ട് പറയാണ്, ഹായ്, ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ മോൾക്ക്. രണ്ടുപേരും ചിരിച്ചിട്ടും പ്രിയ ചിരിക്കുന്നൊന്നുമില്ല. പക്ഷേ അന്നേരം മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മേഘ പ്രിയ ഒരു വല്ലാതിരിക്കുന്നേ? പ്രിയയുടെ മുഖത്തൊരു സന്തോഷമേ ഇല്ലല്ലോ. എന്താണെന്നറിയില്ല മുത്തശ്ശി, പ്രിയ രാവിലെ മുതലേ ഇങ്ങനെ തന്നെയാണ്. കേക്കൊക്കെ മുറിച്ച് ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ പ്രിയ തനിയെ സന്തോഷവതിയായിക്കോളും. മേഘ, വേഗം വിളിച്ചുകൊണ്ട് വാ, എല്ലാം റെഡിയാ. മുത്തശ്ശി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പ്രിയയെ മേഘ ഒന്നുകൂടി ഒരുക്കുകയാണ്. മനോഹരനും ആരതിയാണെങ്കിലോ നന്നായിട്ട് ഓരോ സ്ഥലത്തും നോക്കി പ്രത്യേകം അലങ്കരിക്കുകയാണ്. കേക്ക് കൂടെ അവിടെ കൊണ്ടുവച്ച് ആരതി പറയാണ്, ഓക്കെ, ഓൾ സെറ്റ്. അപ്പോഴേക്കും ജാനകിയും വാസുവും അവിടെ എത്തി. മേഘ പ്രിയയുടെ കൈപിടിച്ച് കൊണ്ടുവരികയാണ്. ജാനകി സന്തോഷത്തോടെ പറയാണ്, ആഹാ, പ്രിയമോൾ വന്നല്ലോ. ജാനകി പറയാ, മേഘ വെറുതെ പറയല്ല, പ്രിയമോൾ നിന്നെപ്പോലെ തന്നെ സുന്ദരിയാ. ശരിക്ക് എൻ്റെ മോൾ സ്വർണ്ണക്കട്ടി പോലെയുണ്ട്. എൻ്റെ കണ്ണ് തന്നെ പെടുന്ന തോന്നുന്നത്, ജാനകി പറയാ. അത് കേട്ട് മേഘ പറയാണ്, താങ്ക്സ് അമ്മായി. വാസു കുറച്ചു നേരം നോക്കിയതിന് ശേഷം പറയാണ്, അതൊക്കെ ശരി, പക്ഷേ ബർത്ത്ഡേ ബേബിയുടെ മുഖത്ത് ഒരു സന്തോഷമേ ഇല്ലല്ലോ. പ്രിയ കുട്ടിക്ക് എന്ത് പറ്റി? മേഘ പറയാ, എന്താണെന്ന് അറിയില്ല അമ്മാവ, രാവിലെ മുതലേ അപ്സെറ്റാ. ഭാരതി അടുത്ത് വന്നിട്ട് പറയാണ്, ഒരു മിനിറ്റ് പ്രിയ, എന്ത് പറ്റി? എന്താ മോളിങ്ങനെ വല്ലാതിരിക്കുന്നേ? മുത്തശ്ശൻ നിന്നെ വഴക്ക് പറഞ്ഞോ? ഏയ്, എന്തിനാടി അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നേ? മുത്തശ്ശി അപ്പം തന്നെ ചോദിക്കുകയാണ്, ഏയ്, ഞാനെന്തിനാടി അവളെ വഴക്ക് പറയുന്നേ? വീണ്ടും പ്രിയയോട് ചോദിക്കുകയാണ്, എന്താ പ്രിയ? അപ്പോഴാണ് പ്രിയ പറയുന്നത്, എൻ്റെ ബർത്ത്ഡേക്ക് മഹേന്ദ്രൻ മുത്തശ്ശൻ, ലക്ഷ്മി മുത്തശ്ശിയും വരുമോ അമ്മേ? അപ്പോഴാണ് മാലതി മുത്തശ്ശി,
ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കാണ്. മാലതി മുത്തശ്ശി ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ്. ഓ, അതുകൊണ്ടാണോ രാവിലെ മുതൽ മുഖവും വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അറിയമ്മേ, അവരൊക്കെ ഇങ്ങോട്ട് വരുമോ? അവരൊന്നും വരില്ല. അതെന്താ അമ്മേ? ദേ നോക്ക് പ്രിയ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അവർ വരാൻ പോകുന്നില്ല, അത്ര തന്നെ. ഈ ചെറിയ കുഞ്ഞിന് മഹേന്ദ്രനോടും ലക്ഷ്മിയോടും ഉള്ള സ്നേഹം പോലും അവർക്ക് മേഘയോടില്ലല്ലോ. ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർ കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞ് പോവുമായിരുന്നോ? അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് എല്ലാവരും അപ്സെറ്റായിരിക്കുകയാണ്. അമ്മേ, ഞാൻ ചെന്ന് മലരിനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം അമ്മേ. അപ്പം മാലതി മുത്തശ്ശി അങ്ങനെ ആരെയും കൂട്ടിക്കൊണ്ട് വരണ്ട, മേഘ പറയാണ്. ഇത് കേട്ട് ജാനകി, മേഘ, പ്രിയ അറിവില്ലാത്ത കുട്ടിയല്ലേ, അവളുടെ അറിവ് വെച്ച് എന്തൊക്കെയോ പറയുന്നു. അവളെ വിഷമിപ്പിക്കാതെ സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്ക്. ശരി അമ്മായി. ദേ നോക്ക് പ്രിയ, നിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ജാനകി മുത്തശ്ശിയും വാസു മുത്തശ്ശനും ആരതി അമ്മായി, മാലതി മുത്തശ്ശി, എല്ലാവരും ഉണ്ടല്ലോ. നീ ഇന്ന് ഹാപ്പി ആയിരിക്കണം. എവിടെ ഒന്ന് ചിരിച്ചേ. ഗുഡ് ഗേൾ, ഒന്ന് ചിരിച്ചേ, നല്ല മോള്. ജാനകി മേഘയെ വിളിച്ചിട്ട് പറയാണ്, മേഘ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ തെറ്റിദ്ധരിക്കരുത്. എന്താ കാര്യം? പറയാം അമ്മായി. മേഘ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നീ പോയി മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് വാ. ത്യാഗരാജൻ മുത്തശ്ശനെയോ? മുത്തശ്ശന് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല അമ്മായി. മുത്തശ്ശനല്ലേ മോളെ, വഴക്ക് പറഞ്ഞോട്ടെ. മുതിർന്നവർ ഉള്ളപ്പോൾ അവരെ ഒഴിവാക്കി ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ല മോളെ. നല്ലതല്ല, ആരതിയും പറയാണ്. അപ്പം മാലതി മുത്തശ്ശിയും പറയാണ്, ജാനകിയല്ലേ പറഞ്ഞത്, മേഘ പോയി വിളിച്ചുകൊണ്ട് വാ. അല്ലേ പ്രിയ, ഇങ്ങ് വാ മോള്. എന്നിട്ട് പ്രിയയോട് പറയാണ്, നല്ല കുട്ടി, സുന്ദരിയായിട്ടുണ്ട്. മേഘ പോയിട്ട് വിളിക്കുകയാണ്. മുത്തശ്ശ, എന്താ കാര്യം? ഇന്ന് പ്രിയയുടെ ബർത്ത്ഡേയാ, മുത്തശ്ശൻ വന്ന് അനുഗ്രഹിക്കണം. മുത്തശ്ശ, നിൻ്റെ മുഖം കാണുന്നത് തന്നെ പാപമാണെന്ന് കരുതിയിരിക്കുക. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണെന്ന് വന്ന് പറയല്ലേ. ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം ഓർത്ത് ഞാൻ വരാം. മാലതി മുത്തശ്ശി പറയാണ്, ഇനി എന്താ വേണ്ടേ, എല്ലാവരും വന്നല്ലോ. കേക്ക് മുറിച്ച് ആഘോഷിക്കാം. മുറിക്കാം. എല്ലാവരും കൈമുട്ടി ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. മുത്തശ്ശനും അറിയാതെ തന്നെ കൈയടിക്കുകയാണ്. ആരതിയും കൊടുക്കുകയാണ് കേക്ക്. ഹാപ്പി ബർത്ത്ഡേ മോളോ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് മേഘ പറയാണ്, ഇത് ജാനകിക്ക് മുത്തശ്ശിക്ക് കൊണ്ട് കൊടുക്ക്. അപ്പോൾ ജാനകി മുത്തശ്ശി പറയാണ്, മേഘ, അതിൽ ഒരു കഷ്ണം കേക്ക് വെച്ച് അച്ഛന് കൊണ്ടു കൊടുക്ക്. അച്ഛന് കൊണ്ടു കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പറ. പ്രിയ മുത്തശ്ശന് കേക്ക് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാലിന് വേണ്ടി അനുഗ്രഹം വാങ്ങിക്കും. മുത്തശ്ശ, ഇതാ കേക്ക് കഴിക്ക്. മുത്തശ്ശന് വേണ്ട മോളെ, മുത്തശ്ശന് ഷുഗറുണ്ട്. മുത്തശ്ശന് കഴിച്ചൂടെ മോളെ, ഇതാ മോള് കഴിക്ക് എന്ന് പറഞ്ഞ് ഒരു കഷ്ണം കേക്ക് എടുത്തിട്ട് മുത്തശ്ശൻ അവൾ കൊടുക്കുകയാണ്. അവൾ കാലിന് വീണ് മുത്തശ്ശൻ്റെ. എന്നിട്ട് പറയാണ്, എന്നെ അനുഗ്രഹിക്കും മുത്തശ്ശ, നന്നായി വരും, നന്നായിരിക്കട്ടെ മോള്. എന്നും നല്ല മനസ്സോടെ ആരെയും ദ്രോഹിക്കാതെ ദീർഘകാലം സന്തോഷമായിട്ടിരിക്കും മോളെ എന്ന് പറയാണ്. ഒക്കെ മേഘയ്ക്കുള്ള അടിയാണെന്ന് മേഘയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരനോട് ജാനകി മുത്തശ്ശി, അതായത് മാലതി മുത്തശ്ശി എന്ന് ഒന്ന് മൂളിയിട്ട് പറയാണ്, മനോഹര, കിളവൻ്റെ ഒരു കുശുമ്പ് കണ്ടില്ലേ? അതേ ചേച്ചി, പ്രിയയെ അനുഗ്രഹിക്കുമ്പോഴും മേഘയെ കുത്തി നോവിക്കുന്നത് കണ്ടില്ലേ? അല്ലേ? ഇത് ജാനകി മുത്തശ്ശി കൊടുക്ക്. ശരി അമ്മേ. ഇതാ മുത്തശ്ശി എന്ന് പറഞ്ഞ് ജാനകി മുത്തശ്ശിയുടെ വായിൽ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ മുത്തശ്ശി അവൾക്കും കൊടുക്കുകയാണ്. ഇതാ പ്രിയ, മുത്തശ്ശിയുടെ ചെറിയൊരു സമ്മാനം. അതോ എന്നെക്കൊണ്ട് പറ്റുന്നത്. താങ്ക് യു മുത്തശ്ശി. മേഘ പറയാണ്, എന്തിനാ അമ്മായി ഇങ്ങനെ പറയുന്നത്? അമ്മായി ഒരു 10 രൂപയുടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് എൻ്റെ മോൾക്ക് കൊടുത്താലും എനിക്കത് സന്തോഷമാണ്. രതി, കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും മോളെ. ശരി. അപ്പോഴേക്കും മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മാലതി മുത്തശ്ശി പറയാണ്, മനോഹരൻ കേക്ക് മുഴുവൻ കിട്ടിയാലും കഴിക്കും. മുത്തശ്ശൻ പുറത്ത് ഇറങ്ങി വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ നോക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു കാർ വന്നു നിന്നത്. അന്ന് മേഘ ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, മനീഷ് ആയിരുന്നു. മനീഷ് പ്രിയയ്ക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ്. മുത്തശ്ശൻ കാണാതെ ഓടി വന്നിട്ട് മേഘ പറയാണ് മനീഷിനോട്, എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നേ? വേഗം പോകാൻ നോക്ക്. പോവാൻ പറഞ്ഞത് കേട്ടില്ലേ, പോവാൻ. അപ്പോഴാണ് സിദ്ധു അവിടെ എത്തിയത്. സിദ്ധു പറയാണ്, മനീഷോ, വരൂ വരൂ. അപ്പോഴാണ് മേഘയോട് സിദ്ധു പറയുന്നത്, നീ എന്തിനാ മനീഷിനോട് പോകാൻ പറഞ്ഞേ? ഇതേ നോക്ക്, പണം ഇദ്ദേഹമല്ല എടുത്തത് എന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ നീ ഇദ്ദേഹത്തോട് ഇങ്ങനെ പെരുമാറുന്നേ? സത്യത്തിൽ ആ പണം ആരാ എടുത്തത് എന്ന് കണ്ടുപിടിച്ചിട്ട് മനീഷിനെ കുറ്റം പറയാം.
അതിനു പുറമെ എത്രയും വേഗം മനീഷിനെ തിരിച്ച് ജോലിയിലേക്ക് തന്നെ എടുക്കാൻ നോക്ക്. ഞാൻ സിദ്ധു വിളിക്കാണ്. മനീഷ്, നിങ്ങൾ അകത്തേക്ക് വരൂ. മേഘ, എന്താ നോക്കി നിൽക്കുന്നേ? കൂട്ടിക്കൊണ്ട് പോ. ചെല് ചെല് മേഘ. വരൂ. മനീഷ് അതിൻ്റെ ഇടയ്ക്ക് പറയാണ്, താങ്ക് യു സിദ്ധാർത്ഥ്. അപ്പോഴാണ് പ്രിയയോട് അവൻ പറയുന്നത്, ഹായ് പ്രിയ. ഹായ് അങ്കിൾ. പ്രിയ അവൻ്റെ അടുത്ത് ഓടിപ്പോവാണ്, ഹായ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അവൻ ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. അപ്പോൾ അവൾ പറയാണ്, താങ്ക്സ് അങ്കിൾ. നോക്ക് മോള്, ഇത് മോൾക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വന്നതെന്ന്. പിടിക്ക്. കൊള്ളാലോ. പ്രിയ മോൾക്ക് ഇത്രയും ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു, അതും ഒരാളുടെ കയ്യിൽ നിന്ന്. ജാനകി പറയാം. പിന്നെ മാലതി മുത്തശ്ശി അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, എന്താ മേഘ, വീട്ടിൽ വന്ന ഗസ്റ്റിനെ ഇങ്ങനെ പുറത്തു തന്നെ നിർത്തുന്നത് ശരിയാണോ? അദ്ദേഹത്തോട് ഇരിക്കാൻ പറ. ഇരിക്കും മോനെ. ആ ശരി, താങ്ക് യു ആൻറ്റി. എന്ന് പറഞ്ഞ് മേഘ അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അത് കണ്ട് ജാനകിയും വാസുവൊക്കെ ചിരിക്കുകയാണ്. നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്കാണ് പോയത്. മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് മനീഷ് പറയാണ്, താങ്ക് യു അമ്മാവ. ശരി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അല്ല, പ്രിയയുടെ ബർത്ത്ഡേ നിങ്ങളറിഞ്ഞ എങ്ങനെയാ? ഓ, മനീഷ് പറയാണ്, മേഘയാണ് എന്നോട് പറഞ്ഞത്. നിങ്ങളോട് മാത്രമാണോ പറഞ്ഞത്? ഒരു അത്ഭുതമായിരിക്കുന്നല്ലോ. എന്താ മേഘേ, ഓഫീസിലെ മറ്റുള്ളവരോടൊന്നും പറഞ്ഞില്ലേ? ഇതല്ല മുത്തശ്ശ, വിളിച്ചാൽ എല്ലാവരും വരും. ഞാൻ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരി മോളെ. മനീഷ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ശരി സാർ എന്ന് മനീഷ് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പിന്നെ അത് അവിടെ നിന്നില്ല. മുത്തശ്ശൻ എണീറ്റ് പോയി. മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോൾ മനീഷിനോട് മേഘ പറയാണ്, എന്തിനാ ഇങ്ങോട്ട് വന്നത്? കണ്ടില്ലേ, ഓഫീസിൽ നിന്നും മറ്റാരും വന്നിട്ടില്ല. നീ മാത്രം വന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. ഇനി എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങും. ഇതിൽ അവർ എന്തിന് ഇത്രയും ചിന്തിക്കുന്നു? നല്ലൊരു ദിവസമായിട്ട് എനിക്കെൻ്റെ ഭാര്യയെയും മകളെയും കാണാൻ വന്നൂടെ? ദേ നോക്ക്, ഭാര്യ മകള് എന്നൊക്കെയുള്ള ബന്ധവും കൊണ്ട് പറഞ്ഞു വന്നാലുണ്ടല്ലോ, അത്ര തന്നെ. നീ ഇത്ര വെറുപ്പോടെ സംസാരിക്കുന്നതിനാ? ഞാൻ മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ടാ? നീ എന്നെ സ്നേഹിച്ചു, ഞാൻ നിന്നെയും സ്നേഹിച്ചു. നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചു. നമ്മൾ രണ്ടുപേരുടെയും സമ്മതത്തോടെയാണ് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞത്. ഞാൻ ആക്സിഡൻറ്റിൽ മരിച്ചു എന്ന് കരുതി നീ ഇവിടെ വന്ന് ജീവിക്കുന്നു. ഇപ്പം ഞാൻ ജീവനോടെയുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം ജീവിക്കല്ലേ വേണ്ടത്? അങ്ങനെയുള്ളപ്പോൾ നീ എന്നോടൊപ്പം ജീവിക്കില്ല എന്ന് പറയുന്നു. അതെനിക്ക് അംഗീകരിക്കാനേ പറ്റില്ല. ഞാനൊന്ന് പറയട്ടെ, പ്രിയ എൻ്റെ മോളാ. അവളെ കാണാതെയും മിണ്ടാതെയും ഇരിക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോഴേക്കും പ്രിയ കേക്കുമായി വന്ന് എന്നിട്ട് പറയാണ്, അങ്കിൾ, ഇതാ അങ്കിൾ, കേക്ക് കഴിക്ക്. താങ്ക് യു മോൾ. അത് കഴിഞ്ഞ് പ്രിയ പോയി. അപ്പോൾ മനീഷ് മേഘയോട് പറയാണ്, ഞാൻ കൊലപാതകിയും കൊള്ളക്കാരനും ഒന്നും അല്ലല്ലോ. എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? പക്ഷേ ഒന്ന് ഞാൻ പറയാം, നീ വലിയ തെറ്റാണ് ചെയ്യുന്നത്. ആ കാര്യം മറ്റാരും അറിയാതെ സൂക്ഷിക്കുന്നത്. നീ തന്നെ മര്യാദയ്ക്ക് ഞാനാണ് പ്രിയയുടെ അച്ഛനെന്ന് എല്ലാവരോടും പറയണം. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ അവരോട് പറയേണ്ടി വരും. ഇത്രയും പറഞ്ഞ് കയ്യിലിരുന്ന കേക്ക് അവിടെ വെച്ചിട്ട് മനീഷ് പോയി. മേഘ പിന്നെ അവിടെ ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മാലതി മുത്തശ്ശി വരികയാണ്. മേഘ, എന്ത് പറ്റി മോളെ? എന്താ നീ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. ആരാ ഇവൻ? ഇവൻ വന്നത് മുതലാ നീ വല്ലാതിരിക്കുന്നത്. മനീഷ് പിന്നെ പ്രിയയും ഒന്നിച്ച് നന്നായിട്ട് ഓരോരോ ഫോട്ടോസ് എടുക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന ആളാണെന്ന്. അത് ശരി, ഇയാളോട് മാത്രമാണോ വരാൻ പറഞ്ഞത്? ഞാൻ വരാൻ പറഞ്ഞിട്ടൊന്നുമില്ല, അയാൾ സ്വയം വന്നതാ. മുത്തശ്ശി അപ്പോൾ കാണുകയാണ് പ്രിയയെ ഒന്നിച്ച് അയാൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ മുത്തശ്ശി മേഘയോട് പറയാണ്, ശരി ശരി. പ്രിയയും ഒന്നിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം മനീഷ് അവിടെ നിന്ന് പോയി പ്രിയയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് പ്രിയ ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോയിട്ടാണുള്ളത്. അപ്പോൾ അവിടുന്ന് ലക്ഷ്മി മുത്തശ്ശി വിളിക്കുകയാണ്, വാ പ്രിയ. അവിടെ ചെയ്തു വെച്ചതൊക്കെ കണ്ടിട്ട് പറയാണ്, എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ആ ഫോട്ടോസ് നോക്കിയിട്ട് പ്രിയ ചോദിക്കുകയാണ്, അവിടെ ഒരാൾ ജുബയിട്ട് നിൽക്കുന്നില്ലേ, അതാരാ? അപ്പോൾ മലർ പറയാണ്, അത് സിദ്ധുവാ. അപ്പോൾ അടുത്ത് നിൽക്കുന്നതോ? പ്രിയ ചോദിക്കുന്നു. അത് എൻ്റെ അമ്മയാ. നിൻ്റെ അമ്മയുടെ അടുത്ത് നിൻ്റെ അച്ഛൻ മഹേഷല്ലേ നിൽക്കേണ്ടത്? പിന്നെന്തിനാ സിദ്ധുവിനെ നിർത്തിയിരിക്കുന്നത്? അപ്പോൾ പ്രിയ പറയാണ്, മലർ പറയാണ്, സിദ്ധുവിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ തന്നെ അവൾ പറയുകയും ചെയ്തു, സിദ്ധുവാ എൻ്റെ അച്ഛൻ. ഇതൊക്കെ കേട്ട് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ചന്ദ്രികയും നോക്കിയിട്ട് അവിടെ നിന്നെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതും അറിയിക്കാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.